ഗൈസ് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ചക്ക പറിക്കുന്ന ഒരു ബ്ലോഗായിട്ടാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പറമ്പിൽ വന്നിട്ടുണ്ട്. ചക്ക പറിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ചക്ക പറിക്കുന്നത് കാണാം. ഈ നിൽക്കുന്ന ചക്കയാണ് പറിക്കേണ്ടത്. അപ്പം അതിനുള്ള പണികൾ നോക്കുവാണ് ഗൈസ്. ഫുള്ളും പെണ്ണുങ്ങളാണ്. ബിന്ദു അമ്മ, ശ്രീജാമ്മ, അമാൻഡ, പിന്നെ ഗൈസ് എന്റെ ചെറുക്കന്റെ ഏത് ഫുള്ളും ഇന്നലെ വൈകിട്ട് രാത്രി എന്താ മറ്റേ ചെറുക്കെന്താ അമ്പലോ കാണിക്കാൻ കഴിച്ചു അവന്റെ കണ്ണ് പൊന്നെ മോൻ കാണിച്ചിട്ടുണ്ട് കൊണ്ടോ ഗൈസ്. ചെക്കനെ ഫുള്ള് ഇന്നലെ ഉറുമ്പ് കാച്ച് ഗൈസ്. അപ്പൊ ചക്ക പറിക്കാം ഗൈസ്. ചക്ക പറിക്കാനുള്ള എല്ലാം ഇതെന്താ കെട്ടുകയാണ്. അവിടെ ആരും ഇല്ല. ഉണ്ടോ? അവനെ കൊണ്ട് താഴെ വിട്. ചക്കയായിരുന്നു തിന്നാൻ നേരത്ത് നല്ല മധുരമാണ്. പക്ഷെ തിന്ന് ഇനി ഒരു അരമണിക്കൂർ വരും ഭയങ്കര കയ്പാണ്. കയ്പല്ല കയ്പല്ലയോ? കടയിൽ പോയി തൈര് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ചക്ക എന്നു വരണ്ട. അതെ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ലവലോലിക്ക ജ്യൂസ്. കരിക്കല്ല, ഇത് കള്ള് കുടിക്കുന്നതിനൊക്കെ എഫക്റ്റ് ആണ്. ഇത് നല്ല ഗ്ലാസ് കഴുകി എടുത്തെടുത്ത് വെക്കും ഗൈസ്. ഗൈസ് ഇവരുടെ കയ്യിൽ മീനാണെന്ന് പറയുന്നു ഗൈസ്. ഞാൻ വെള്ളം കുടിപ്പിക്കട്ടെ ഗൈസ്. കുടിക്കൂ ഗൈസ്. നല്ല വിളഞ്ഞതാ. എനിക്ക് അതേ കിടക്കുന്ന തന്നെ വിളഞ്ഞാന്ന് തോന്നുന്നു. ഇന്നത്തെ കാട്ടി കൊള്ളാം. നല്ല എരിയുണ്ട്. കത്തി ഇറങ്ങുന്നു തൊണ്ടേ കൂടെ. യൂട്യൂബർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും ഗൈസ്. മലയാളത്തിൽ പുറത്തോട്ട് എടുത്തോണ്ട് വരാതെ. ഇതാണ് ഞങ്ങളുടെ ലവലോലിക്ക ജ്യൂസ്. ഞാൻ കുടിക്കുവാണ്. മര്യാദക്ക് പറയല്ലേ പറ്റാത്തോളൂ. സൂപ്പറാണ്. ഇത് എന്തൊക്കെ ഇടുന്നേന്ന് പറഞ്ഞേ. ഇവിടെ ഇപ്പുറത്തുവാ ഇപ്പുറത്തുവാ. ഇതിൻ്റെ അകത്ത് ഇടുന്ന കൂട്ട് ഞാൻ പറയത്തില്ല, എങ്കിലും നമ്മൾ സാധാ ജ്യൂസ് അടിക്കുന്ന പോലെ അടിക്കുക. വളരെ ടേസ്റ്റിയാണ്. ഈ ചൂട് സമയത്ത് നമുക്ക് ശരീരത്തിൽ നല്ല തണുപ്പും നല്ല ഉന്മേഷം കിട്ടും. ഇത് ലവലോലിക്ക ജ്യൂസ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. വീട്ടിലുണ്ടെങ്കിൽ മേടിക്കുക, കടയിൽ നിന്ന് മേടിച്ച് ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കൂ. വെറുതെ മിക്സി അടിച്ച് കളയരുത്. കരിയാപ്പല പറയുമ്പോൾ താഴെ ഒന്നും മണ്ടായി കിടക്കണം. നമുക്ക് കരിയാപ്പിലയാണോ അങ്ങ് വരുന്നേ? പാടാണ് വയസ്സാണ്ട് മേടി നിൽക്കുക. ഭയങ്കര പാടാണ്. ഇഷ്ടം പോലെ നീര് കടിച്ച്. കൊണ്ടുവന്നപ്പോഴേ ചമ്മന്തി ഞാൻ
നമുക്കിത് കാനഡയിലോ അത് ഇറ്റലിയിലോ എന്തായിരുന്നു കാനഡ ഇറ്റലിയോ ഇറ്റലി എടി റീതാമ്മക്ക് ഇറ്റലി പോകുമ്പോ ഇടാവുള്ള കോട്ടെ ഇത് മറ്റേ ഈ പള്ളിയിലത്തിലൊക്കെ നിക്കറും ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്നവരെ ഗൈസ് വാഴ വെട്ടാൻ പോകണം. അതായത് വീണയുടെ അത്തുവിനെ കൊലയോടത്ത് വെട്ടാൻ പോവാ. അയ്യോ വെട്ടിട്ട് പോയി കറക്റ്റ് നല്ല ചേരുന്നത് ഒരച്ഛൻ പറ്റ മക്കളെ പോലെ ഇരിക്കുന്നു. നോക്കിക്കേ ആ വാഴയിലെ ഒരച്ഛൻ പറ്റ മക്കള്. എന്തിനങ്ങനെ വെട്ടുന്നേ? നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിട്ടാൻ കഴിക്കും. എന്റെ അടുത്തോട്ട് വരും. വെട്ടില് വരുന്നു വെട്ടില് അമ്മയാണ് അങ്ങനെ. അങ്ങനെ വെട്ടണം. അത് അകത്ത് നിന്നിട്ട് വെട്ടാടി കീറും. പോയിന്ന് വെട്ടുന്നു. എന്തുവാടി അപ്പോട്ടെ നോക്ക് നശിപ്പിച്ച് അത് കീറി കാണും. എന്നോട് വാഴ വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ വാഴ വെട്ടിക്കൊണ്ടുവന്നു. പോന്നേ എന്നോട് വാഴ വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ വാഴ വെട്ടിക്കൊണ്ടുവന്നു. ഇല്ലേ തുടക്കണേ ഞാൻ കാണിച്ചോട്ടെ. കപ്പ, മോരുകറി, എല്ലുകറി, ബിയറും. ചെറ്റുമച്ചാ കുടിച്ചോ. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. കുരുപ്പിന് ജ്യൂസ് വേണമെന്നാണ്. അപ്പൊ ജ്യൂസ് വാങ്ങിക്കാൻ പോവാണ്. നമ്മൾ പോയിട്ട് വരാം. ഇനി ഇച്ചിരി ദൂരം ഉണ്ട്. ഇച്ചിരി അടുത്തല്ല, തൊട്ടടുത്താ. പക്ഷെ മതി എല്ലാം മനസ്സിലായി. അതെ അതെ എല്ലാം നമ്മുടെ കടയെത്തി. ഇതല്ലാട്ടെ ഇവിടെ ഒന്നുമില്ല. അവിടെ ഈ കടലൊന്നും പഞ്ചസാര വെച്ചു ഇല്ല. പിന്നെന്താ മറ്റേ കായപ്പൊടി കഴിച്ചില്ല, തേങ്ങ കഴിച്ചില്ല. ഒരു കടയിൽ എന്താ ഒരു ബിസ്ക്കറ്റ്. ഇവിടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് വരുന്നത്. ഗൈസ് തന്നെ 10, 20, 30, 40, 50, 60 രൂപയുടെ മുട്ടായും ഒരു കൊക്കക്കോളയും മേടിച്ചു. 10 രൂപ ഇത്ര സാധനം. ഇവിടെ ഇറങ്ങണ്ട. വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ ഇതാ അൻസറിനെ പോണ്ടേ. വണ്ടി പറയുന്നു. വണ്ടി വരുന്നുണ്ട്. ആ വണ്ടിയുടെ കയറി പോകുകയും ചെയ്തേക്കാം. എടാ നോക്കി ചിരിച്ചടി. ഗൈസ് ഇങ്ങനെ ஒரு பார்வை பாரு கண்ணின் ஓரத்தில்